Good morning, friends. Have a wonderful Saturday. I am Narayan Poti here. നമ്മൾ ഇതുവരെ സംസാരിച്ച യു ക്യാൻ വിന്നിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വി ആർ തിങ്കിങ് അബൌട്ട് സക്സസ്. ഷിവിക്കയുടെ സക്സസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ട്രൂ സക്സസ്? എന്താണ് വിജയം? സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ. പലർക്കും സക്സസ് പല രീതിയിലായിരിക്കും. ചിലർക്ക് ഇഷ്ടംമാതിരി പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ FD നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ചിലരുടെ സക്സസ്. ചിലരുടെ സക്സസ് പൈസ കിട്ടുമ്പോൾ അത് മുഴുവൻ അടിച്ച് പൊളിച്ച് തീർത്ത് ടൂർ നടത്തുക, ഹോട്ടലിൽ പോവുക, കള്ളു കുടിക്കുക, പല രീതിയിലുള്ള സക്സസ്സാണ്. ചില ആളുകൾക്ക് ഇങ്ങനെ ചില ആരോഗ്യം ഭയങ്കര പെർഫെക്റ്റായിട്ട് നോക്കുക, കാലത്ത് കറക്റ്റ് എക്സസൈസ് ചെയ്യുക, ചിട്ടയായിട്ട് ജീവിക്കുക, അതാണ് അവർക്ക് സന്തോഷം. സോ ആക്ച്വലി സക്സസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇറ്റ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് തിങ്. ഇനി സക്സസിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ യുവർ ആറ്റിറ്റ്യൂഡ്, ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് യുവർ ചോയ്സ്. നിങ്ങൾ പോസിറ്റീവ് ആവണോ നെഗറ്റീവ് ആവണോ, ഇറ്റ് ഈസ് യുവർ ചോയ്സ്. സോ സക്സസ് ഈസ് എ ചോയ്സ്. യു ക്യാൻ ചോയ്സ്, ഇറ്റ് ഈസ് യുവർ ചോയ്സ് വെദർ ടു ബി സക്സസ്ഫുൾ ഓർ നോട്ട് ടു ബി സക്സസ്ഫുൾ. ചില ആളുകൾ നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൽ വെച്ചടി കയറി പോകുന്നതാണ്, ഭയങ്കരമായിട്ട് ജോലിയാണ്. ചില ആളുകൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. കാലത്തോട്ട് വൈകുന്നേരം വരെ ദേ യൂസ് ടു റൺ, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അമ്മയൊക്കെ പറയുന്നേക്കാം അവൻ പാവം കാലത്തോട്ട് വൈകുന്നേരം വരെ എന്തോരം ബുദ്ധിമുട്ടുന്നു, പക്ഷെ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിന് കാരണം എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഫോളോയിങ് എ സക്സസ് പാറ്റേൺ. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ വിജയിച്ച ആളുകളെ നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും. നമ്മൾ ലൈഫിൽ എന്താ ചെയ്തേക്കണേ? നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും നടക്കണപ്പോൾ വി സ്റ്റാർട്ടഡ് വാക്കിംഗ്. അവർ ആഹാരം കഴിക്കണപ്പോൾ വി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഫുഡ്സ്. അവർ എക്സസൈസ് ചെയ്യണപ്പോൾ വി സ്റ്റാർട്ടഡ് ഡൂയിങ് എക്സസൈസ്. അവർ സ്കൂളിൽ പോകണപ്പോൾ വേറെ കുട്ടികൾ സ്കൂളിൽ പോകണപ്പോൾ വി സ്റ്റാർട്ടഡ് ഗോയിങ് ടു സ്കൂൾ. സോ എവറിഥിങ് വി ആർ കോപ്പിങ് സംബഡി ഹു ഈസ് ഗുഡ് ഓർ സംബഡി ഹു ഈസ് ഗോയിങ് ബാഡ്. അപ്പോൾ നല്ല കമ്പനിയായിട്ട് നല്ല ആളുകളെ, സക്സസ്ഫുൾ ആയ ആളുകളെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരെ നമ്മൾ കോപ്പിക്കാറ്റ് എന്ന് പറയും, കോപ്പിക്കാറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി സക്സസ്ഫുൾ. സക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിസ്റ്റൻ്റ്ലി അപ്ലൈയിങ്, ഹീസ് ടെല്ലിങ് അപ്ലൈയിങ് സം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ്. ആ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ് നമ്മുടെ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ പുനർജനി പ്രോഗ്രാം ഉണ്ട്, കാലത്ത് 5:50 തൊട്ട് 6:50 വരെ. ഓൺലൈനാണ്. നമുക്ക് നമ്മുടെ വീട്ടിലൊരു മാറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം, നമ്മുടെ ഒരു മൊബൈലിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. അത് കൺസിസ്റ്റൻ്റ് ആക്ഷനാണ്. എവറി ഡേ മടി തോന്നും, പക്ഷേ ആ മടി ആര് ബ്രേക്ക് ചെയ്യുന്നു, ആര് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നു, അവരാണ് വിജയിക്കുന്നത്. സോ കൺസിസ്റ്റൻ്റ് ആക്ഷൻ ഈസ് ദ കീ. ഇനി നമുക്ക് നോക്കുന്നത് ഹൗ ഡു വി ഡിഫൈൻ സക്സസ്. സക്സസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്, ശിവകരി ചോദിക്കുന്നത്. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഗോൾ. നിങ്ങൾക്ക് ലക്ഷ്യം വേണം, അതായത് നല്ല ലക്ഷ്യം വേണം. ആ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രസീവ് റിയലൈസേഷൻ, കൺസിസ്റ്റൻ്റ് ആക്ഷനാണ് സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സക്സസ് ഈസ് നോട്ട് എ ജേർണി, ഇറ്റ് ഇസ് എ റിയലൈസേഷൻ. നമ്മൾ ഇഷ്ടംമാതിരി സക്സസ്ഫുൾ ആളിനെ കണ്ടിട്ടുണ്ട്. ഒരു ഡു മോർ ദാൻ എക്സിസ്റ്റ്, വെറുതെ ജീവിച്ചു പോണേക്കാളും ലീവ് ചെയ്യുക, നന്നായിട്ട് ജീവിക്കുക, അതാണ് സക്സസ്. ഡു മോർ ദാൻ ടച്ച്, ഒരാളെ ടച്ച് ചെയ്യുന്നേക്കാളും ഫീൽ ചെയ്യുക. നമ്മൾ ചിലപ്പോൾ പുറത്തടിച്ചിട്ട് ഗുഡ് ബോയ് എന്ന് പറയില്ലേ, അസ് ഹീ ഫീൽസ് ഇറ്റ്. ഡു മോർ ദാൻ ലുക്ക്, വെറുതെ സ്ഥലത്തേക്ക് നോക്കണേക്കാൾ നമ്മൾ ഒബ്സർവ്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, വൈഫ് ചോദിക്കാറുണ്ട്, വൈഫ് ചോദിക്കാറുണ്ട്, അവരിട്ടിരിക്കുന്ന സാരി കണ്ടോ, അവരിട്ടിരിക്കുന്ന കമ്മൽ കണ്ടോ. അത് ദേ ആർ ഒബ്സർവിങ്. നമ്മൾ ഒബ്സർവ് ചെയ്യില്ല, നമ്മൾ ജനറലായിട്ട് കണ്ടിട്ട് പോരും. ഡു മോർ ദാൻ റീഡ്, വെറുതെ വായിച്ചു പോണവരുണ്ട്. ഈ നോട്ട്ബുക്ക് മറ്റേ ബുക്സൊക്കെ യു ക്യാൻ വിൻ ബൈ ഷിവിക്കേര, അല്ലെങ്കിൽ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വെറുതെ വായിച്ചു പോകുന്നവരുണ്ട്. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല, ദേ അബ്സോർബ് തിങ്സ്. എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു. ഫാദർ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ, ഒരു ചാപ്റ്റർ വായിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ഡയറിയിൽ മുഴുവൻ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ദറ്റ് ഈസ് ബീങ് അബ്സോർബ്ഡ്. ഡു മോർ ദാൻ ഹിയർ, വെറുതെ ഒരാളെ കേൾക്കുകയല്ല, ലിസൺ കെയർഫുള്ളി.
ഡു മോർ ദാൻ ലിസൺ. കൂടുതൽ ലിസണിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് തിങ്സ്. ഒരാൾ കേൾക്കുമ്പോൾ കേട്ട് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഒബ്സ്റ്റക്കിൾസ് ടു സക്സീഡ്, നമ്മുടെ സക്സസ്സിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന 3 ഘടകങ്ങളാണ് പറയുന്നത്. ആ 3 ഘടകങ്ങളെ അയക്കാൻ നോക്കാം. 3 അല്ല, കുറേ ഘടകങ്ങൾ പറയുന്നുണ്ട്. ആ ഘടകങ്ങളും കൂടി നമുക്കൊന്ന് കവർ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വയ്ക്കും, പുട്ട് യുവർ ചപ്പൽസ് ആൻഡ് ഈഗോ ഹിയർ. അഹംഭാവം, ഞാനല്ലാതെ ലോകത്ത് വേറെ ആരുമില്ല എന്നുള്ള ഒരു അഹംഭാവമാണ് ഈഗോ. ഈഗോ ഇല്ല. നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്നു, കുറച്ച് നാൾ ജീവിക്കുന്നു, തിരിച്ചു പോകുന്നു. വി ആർ ഓൺലി എ ഗസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. നമ്മളൊരു ഗസ്റ്റ് ഹൗസിൽ വന്ന് തിരിച്ചു പോകണ ലാഘവത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ എടുക്കുക. ആൻഡ് വേറെ ഞാനിപ്പോൾ എഞ്ചിനീയറാണ്, വേറെ ആൾ ഡോക്ടറായിരിക്കാം. നമുക്ക് ഈഗോയുടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മളല്ല എഞ്ചിനീയർ ആയത്, നമ്മുടെ ദൈവം നമുക്ക് റോൾ തന്നിരിക്കുന്ന, ഗോഡ് ഹാസ് ഗിവൺ us എ റോൾ ഇൻ ദിസ് യൂണിവേഴ്സ് ടു പ്ലേ. നമുക്ക് അഭിനയിക്കാനുള്ള ഇപ്പോൾ എഞ്ചിനീയർ റോൾ തന്നു, ഞാൻ ആക്ട് ചെയ്യുന്നു. വേറെ ആൾക്ക് ഓവർസിയർ റോൾ കൊടുത്ത് അയാൾ അത് ആക്ട് ചെയ്യുന്നു. വേറെ ആൾക്ക് പത്രം ഇടുന്ന ആൾക്ക് റോൾ കൊടുത്തു, അയാൾ ആക്ട് ചെയ്യുന്നു. ഒരു സിനിമയിൽ മോഹൻലാലും ഉണ്ടാവും, മമ്മൂട്ടി ഉണ്ടാവും, മറ്റേ കുതിരട്ടപ്പപ്പും എല്ലാം ഉണ്ടാവും. സോ ദേ ഹാവ് ടു ആക്ട് ദെയർ റോൾ എക്സാക്ട്ലി. അപ്പോൾ ഈഗോ വേണ്ട, ബി ഹംബിൾ. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ ഓഫ് സക്സസ്, വിജയിക്കുമെന്നുള്ള ഒരു സംശയം, ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം. എന്നെക്കൊണ്ട് അതിന് പറ്റുമോ, എനിക്ക് കുറിച്ച് മതിപ്പില്ലായ്മ, ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം. നമുക്ക് നമ്മളെക്കുറിച്ച് മതിപ്പ് വേണം. പിന്നെ നോ പ്ലാൻ, കാലത്ത് വരുന്നു വൈകുന്നേരം പോകുന്നു, എന്ത് ചെയ്യണു, എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യണേ, പ്ലാൻ ഒന്നുമില്ല. പിന്നെ ലാക്ക് ഓഫ് ഫോർമലൈസ്ഡ് ഗോൾ, സെയിം തന്നെ, ഒരു ലക്ഷ്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ ഷോർട്ട് ടേം ഗോൾ, മീഡിയം ടേം ഗോൾ, ലോങ് ടേം ഗോൾ. ഇപ്പോഴൊക്കെ ലോങ് ടേം ഗോളിന് 3 വർഷമാണ്. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ എവറിത്തിങ് ഈസ് വെരി ഫാസ്റ്റ്. സോ ഷോർട്ട് ടേം ഗോൾ, വാട്ട് യു ആർ ഗോയിങ് ടു അച്ചീവ് ദിസ് മന്ത്സ്, medium term goal, what you are going to achieve in next 3 months, and long term goal next 6 months. Then life changes. എന്തൊക്കെ ചേഞ്ച് ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ? അവൻ ചേഞ്ച് ചെയ്യട്ടെ, ഇവൻ ചേഞ്ച് ചെയ്യട്ടെ, മറ്റാൾ ചേഞ്ച് ചെയ്യട്ടെ, സാറ് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? പ്രോക്രാസ്റ്റിനേഷൻ, അതായത് എല്ലാം മാറ്റി വയ്ക്കും. നാളെ തൊട്ട് ഞാൻ എക്സസൈസ് ചെയ്യും, നാളെ തൊട്ട് ഞാൻ ചെയ്യും. സ്റ്റോപ്പ് ഇറ്റ്, ഡു ഇറ്റ് നൗ. പിന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റി. ചിലർക്ക് കണ്ടമാനം ഫാമിലി റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു തിങ്സ്. പിന്നെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂസ്. പൈസ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. അത്യാവശ്യമുള്ള പൈസ എപ്പോഴും കയ്യിൽ വേണം. ഇല്ല, നിങ്ങൾ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ കടം മേടിച്ച് ലോണിൽ കിടക്കാൻ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ ഹാവ് എ പക്ക ഫൈനാൻഷ്യൽ പ്ലാൻ. ലാക്ക് ഓഫ് ഫോക്കസ്, അതായത് കറക്റ്റ് ലക്ഷ്യം ഫോക്കസ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക. ഗിവിങ് അപ്പ് വിഷൻ ഫോർ പ്രോമിസ് ഓഫ് മണി. നമുക്കൊരു നല്ലൊരു ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, നമുക്കൊരു വിഷൻ ഇൻ ലൈഫ് ഉണ്ടാവും. ഒരാൾ കുറച്ച് പൈസ ഓഫർ ചെയ്യുമ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ആവുക. പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ കളയുക. ഡൂയിങ് ടു മച്ച് അലോൺ, ഇത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഈയിടെ സ്ഥലത്ത് പോയിരുന്നു, അയാളുടെ എല്ലാ കാര്യങ്ങളും ഒരാളാണ് ചെയ്യണേ, വലിയ ഫാക്ടറിയാണ്. എവറിതിങ് ഈസ് ഇൻ എ മെസ് ബിക്കോസ് ഹി ഈസ് നോട്ട് ഏബിൾ ടു സബ് ഡെലിഗേറ്റ് തിങ്സ്. അപ്പോൾ പവർ ടു സബ് ഡെലിഗേറ്റ്, മറ്റുള്ളവർ വിശ്വസിച്ച് ഏൽപ്പിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം. ഓവർ കമ്മിറ്റ്മെൻറ്റ്, ചിലർ ഓവറായിട്ട് കമ്മിറ്റ് ചെയ്ത് കിടന്ന് മരിക്കും, അവസാനം അവൻ്റെ ആരോഗ്യം പോകും, എല്ലാം പോകും, പക്ഷേ യു വിൽ നോട്ട് ബി ഏബിൾ ടു അച്ചീവ്. ലാക്ക് ഓഫ് ട്രെയിനിങ്, ചെയ്യാൻ അറിയാൻ മേല. ലാക്ക് ഓഫ് ട്രെയിനിങ്, പല കാര്യങ്ങളും അറിയില്ല, എന്നാൽ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യില്ല. സോ ലാക്ക് ഓഫ് ട്രെയിനിങ് ഈസ് വൺ ഓഫ് ദി ഇഷ്യൂസ്. ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ്, കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ചെയ്യുക. ഒരു പാറക്കല്ലായാൽ പോലും നമ്മുടെ ഒരു ചുറ്റി വെച്ച് അടിച്ചുകൊണ്ടിരുന്ന അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ടു ബ്രേക്ക്. ലാക്ക് ഓഫ് പ്രയോറിറ്റി, എന്താണ് പ്രയോറിറ്റി? ഒരു കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ടു ഡു ലിസ്റ്റ് എടുക്കുക. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി എന്ത്, സെക്കൻഡ് പ്രയോറിറ്റി എന്ത്, തേർഡ് പ്രയോറിറ്റി എന്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us have a wonderful Saturday. സക്സസ് ഡിഫൈൻ ചെയ്തു, പ്ലാൻ ഫോർ യുവർ സക്സസ്, make the habit of doing it now, and focus on consistent action. Wish you all the best. Have a wonderful time. Narayan Podi here. Thank you.